ഇതാണ് ഫ്ലഷ് ടാങ്കിൻ്റെ അകത്തുള്ള ഭാഗങ്ങൾ. ഈ ഭാഗമാണ് ഇൻലെറ്റ്. ഫ്ലഷ് ടാങ്കിലേക്ക് വാട്ടർ ടാങ്കിൽ നിന്നും വെള്ളം എത്തുന്നത് ഈ വഴിയാണ്. ഈ വാട്ടർ ഫ്ലോ കൺട്രോൾ ചെയ്യാനായി ഇവിടെ ഒരു ഇൻലെറ്റ് വാൾവ് ഉണ്ട്. ഇത് സ്ട്രെച്ച് ചെയ്യാൻ കഴിയുന്ന റബ്ബർ മെറ്റീരിയൽസ് കൊണ്ടാണ് ഉണ്ടാകുന്നത്. ഇവിടെ ഇത്തരത്തിൽ ഒരു പിന്നുണ്ട്. ഈ പിന്നിൽ പ്രഷർ അപ്ലൈ ചെയ്യുമ്പോൾ ഇൻലെറ്റിൻ്റെ ഹോൾ അടയുന്നു. പ്രഷർ റിലീസ് ചെയ്യുമ്പോൾ ഇൻലെറ്റിൻ്റെ ഹോൾ ഓപ്പൺ ആകുന്നു. ഈ സമയം ഫ്ലഷ് ടാങ്കിലേക്ക് വെള്ളം ഒഴുകുന്നു. ഈ പിൻ ഇവിടെ കൃത്യമായി നിർത്താൻ ഒരു പിൻ ഹോൾഡർ ഫിക്സ് ചെയ്യുന്നു. ഇനി ഇവിടെ ഒരു ഫ്ലോട്ട് ബോൾ ആം കണക്ട് ചെയ്യുന്നു. ഇനി നമ്മൾ ഈ ഫ്ലോട്ട് ബോൾ ആം റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇത് പിന്നിനെ മൂവ് ചെയ്യുകയും വാൾവ് ഇൻലെറ്റ് ഹോൾ അടയുകയും ചെയ്യുന്നു. ഈ എൻഡിൽ ഒരു ഫ്ലോട്ട് ബോൾ കൂടി കണക്ട് ചെയ്യുന്നു. ഇതാണ് ടോയ്ലറ്റ് ബോളിലേക്ക് വെള്ളം പോകുന്ന ഔട്ട്ലെറ്റ്. ഇത് ഫിക്സ്ചർ. ഇത് ഔട്ട്ലെറ്റിൽ ഈ ഒരു രീതിയിൽ കണക്ട് ചെയ്യുന്നു. ഈ നീണ്ട പൈപ്പാണ് ട്രിപ്പ് ലിവർ. ഇത് വാഷർ. ഈ വാഷർ ഔട്ട്ലെറ്റ് ക്ലോസ് ചെയ്യുന്നു. ഇത് ഫ്ലോട്ട് എൻക്ലോസർ. ഫ്ലഷ് ടാങ്കിൽ വെള്ളമില്ലാത്ത സമയത്ത് ബോൾ ഈ പൊസിഷനിലായിരിക്കും ഉണ്ടാവുക. ആ സമയം ഇൻലെറ്റ് ഹോൾ ഓപ്പൺ ആവുകയും ടാങ്കിലേക്ക് വെള്ളം എത്തുകയും ചെയ്യുന്നു. ട്രിപ്പ് ലിവറിൻ്റെ ഈ ഭാഗമാണ് എയർ ട്രാപ്പ്. ടാങ്കിൽ വെള്ളം നിറയുമ്പോൾ ഈ ഏരിയയിൽ എയർ ട്രാപ്പ് ആകുന്നു. അതുകൊണ്ട് ഈ എയർ ട്രാപ്പ് മേലേക്ക് പൊങ്ങുന്നു. ഈ ലെവലിൽ എത്തുമ്പോൾ ഈ ഭാഗം എയർ ട്രാപ്പിൻ്റെ മൂവ്മെൻറ്റിനെ തടയുന്നു. ഈ സമയത്ത് ട്രിപ്പ് ലിവറിൽ 2 ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ഒന്ന് എയർ ട്രാപ്പ് കാരണം മേലേക്ക്. ഈ ഫോഴ്സ് കാരണം ഔട്ട്ലെറ്റ് ഹോൾ ഏരിയയിൽ ഒരു സക്ഷൻ റീജിയൻ ക്രിയേറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് ഈ ഭാഗം താഴോട്ടേക്ക് സക്ക് ചെയ്യപ്പെടുന്നു. ഈ ഡൗൺവാർഡ് ഫോഴ്സ് അപ്വാർഡ് ഫോഴ്സിനേക്കാൾ കൂടുതലായതിനാൽ വാഷർ ഈ പൊസിഷനിൽ തന്നെ നിൽക്കുന്നു. അതുകൊണ്ട് ഔട്ട്ലെറ്റ് ഹോൾ അടഞ്ഞു കിടക്കുന്നു. ഇനി ഇവിടെ ഒരു ഫ്ലഷ് ലിവർ കണക്ട് ചെയ്യുന്നു. ഇവിടെ ഹാൻഡിലും കണക്ട് ചെയ്യുന്നു. നമ്മൾ ഹാൻഡിൽ പ്രസ് ചെയ്യുമ്പോൾ ട്രിപ്പ് ലിവർ മേലോട്ടേക്ക് പൊങ്ങുന്നു. ഈ സമയം ഡൗൺവാർഡ് ഫോഴ്സ് റിമൂവ് ആവുകയും ട്രിപ്പ് ലിവർ ഈ പൊസിഷനിൽ നിൽക്കുകയും ചെയ്യുന്നു. ഈ സമയം ഔട്ട്ലെറ്റ് ഹോൾ ഓപ്പൺ ആവുകയും ബൗളിലേക്ക് വെള്ളം ഒഴുകുകയും ചെയ്യുന്നു. ഇനി വാട്ടർ ലെവൽ എയർ ട്രാപ്പിന് താഴെ വരുമ്പോൾ അപ്വാർഡ് ഫോഴ്സ് ഇല്ലാതാവുന്നു. ഇതിൻ്റെ ഫലമായി ട്രിപ്പ് ലിവർ താഴേക്ക് പോവുകയും ഔട്ട്ലെറ്റ് ഹോൾ ക്ലോസ് ആവുകയും ചെയ്യുന്നു. അങ്ങനെ ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുന്നു.